Mindful moments with Hammy. ഹായ്, വെൽക്കം ടു ഡേ 3 ഓഫ് കോൺഷ്യസ് ആൻഡ് മൈൻഡ്ഫുൾ ലിവിങ്. ഇന്നത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഇൻറ്റൻഷൻ, നമ്മുടെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ജനിച്ചു, നമ്മൾ ഈ ഭൂമിലോകത്തേക്ക് വന്നു, നമ്മളിവിടെ ഒരു എക്സിസ്റ്റൻസ്, നമ്മൾ വെറുതെ ജീവിച്ചു പോവുകയല്ല, നമ്മളിവിടെ നിലനിൽക്കുകയാണ്. ആ ഒരു എക്സിസ്റ്റൻസിന് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പം നമ്മളിപ്പം ജോലിക്ക് പോകണമെന്ന് പർപ്പസ് ഉണ്ടാകാൻ നമ്മൾ ജോലിക്ക് പോകണമെന്നില്ല, നമ്മൾ എന്താ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നുമില്ല. ഈവൻ നമ്മൾ വീട്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി വെച്ച് വിളമ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ പർപ്പസാണ്. അപ്പം നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ റിയൽ പർപ്പസ് എന്താണ്, ഞാനിപ്പോൾ അതിനകത്താണോ വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ സമയത്ത്, എൻജിനീയറിങ് കഴിഞ്ഞ് ഒരു 5 വർഷത്തോളം എനിക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ പർപ്പസ് എന്താ. ഞാനിവിടെ ഇങ്ങനെ വീട്ടിൽ പണികൾ ചെയ്തുകൊണ്ട് നിൽക്കലാണോ എൻ്റെ പർപ്പസ്? അല്ല, എൻ്റെ പർപ്പസ് അതായിരുന്നില്ല. ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞത് അതിനു വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ എൻജിനീയറിങ് ഫീൽഡിലേക്ക് എനിക്ക് കിടക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ പർപ്പസ് എന്തായിരിക്കും, ഞാൻ എൻജിനീയറിങ്ങിനെയും കണക്കിലെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും, ഞാൻ അങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ പർപ്പസ് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമ്മമാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം എന്നെ പോലെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പർപ്പസ്. ഞാനപ്പോൾ അതിൽ അലൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തു എൻ്റെ ലൈഫിലേക്ക് വേണ്ടിയിട്ട്. അതായത് ഇന്ന ആൾക്കാരെ ഞാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ മിഷൻ എന്നൊക്കെ പറയില്ലേ, അതായത് അങ്ങനെയുള്ളൊരു വിഷൻ, എത്രത്തോളം ആൾക്കാരെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു വിഷൻ ഞാൻ സെറ്റ് ചെയ്തു. അതിനനുസരിച്ചുള്ള ഒരു മിഷനും ഞാൻ സെറ്റ് ചെയ്തു. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ഒരു വിഷനും മിഷനും ഒരു പർപ്പസും. അപ്പം അതിന് അലൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇരുന്നൊന്ന് ഇത് കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് എഴുതേണ്ട കാര്യമാണ്. ഓക്കെ, നിങ്ങളൊന്ന് ഇരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സമയം കണ്ടെത്തി നിങ്ങൾ ഇരുന്ന് ആലോചിച്ചെഴുതുക. എൻ്റെ റിയൽ പർപ്പസ്, ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഞാൻ ഈ വേൾഡിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, നിങ്ങൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, വേൾഡിന് കൊടുക്കാൻ പറ്റുന്ന കാര്യം, എനിക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പം നമ്മൾ എല്ലാ പർപ്പസും നമ്മൾ ഏൺ ചെയ്യുന്ന പർപ്പസ് ആയിക്കോണമെന്നില്ല, പക്ഷെ നിങ്ങൾ കണ്ടെത്തുക. അത് നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് എൻ്റെ റിയൽ പർപ്പസ് എന്നുള്ളത്. അപ്പം നിങ്ങൾ കുറച്ച് സമയമെടുത്ത് ഞാൻ ആയിട്ടൊന്ന് ആലോചിച്ച് എഴുതുക. ചിലർക്ക് മക്കളെ വളർത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കും അവരുടെ പർപ്പസ്, വേറൊന്നും അവർക്ക് പർപ്പസ് ആയിട്ടുണ്ടാവില്ല. മക്കളെ വളർത്തുക, ഹസ്ബൻഡിനെ നോക്കുക, ഇൻലോസിനെ സംരക്ഷിക്കുക, സ്വന്തം മാതാപിതാക്കളെ നോക്കുക, ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി അവിടെ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതൊരു റിയൽ വാല്യൂ നിങ്ങളിൽ ഉണ്ടാക്കുക. അതല്ല ചുമ്മാ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് എൻ്റെ ലൈഫ് ഇങ്ങനെ പോകുന്നു, ഒരു പ്രത്യേകിച്ച് ഒരു വഴിയോ ഇതുകളോ ഒന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പം അത് ഒരിക്കലും നമ്മുടെ പർപ്പസ് അല്ല. നമ്മുടെ പർപ്പസ് ആവുന്നത് നമ്മൾ വളരെ ഇൻറ്റൻഷനലായിട്ട് ആ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട രീതിയിൽ കോൺസെൻട്രേഷൻ, ആ ഒരു നീയ എന്ന് പറയും, നമ്മൾ അറബിയിൽ പറയുകയാണെങ്കിൽ നീയ എന്നാണ് പറയാം. ആ ഒരു നീയത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് വരിക. നമുക്ക് പ്രതിഫലം എന്നാണെങ്കിൽ പ്രതിഫലം കിട്ടുക. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കുക. സോ നിങ്ങൾ ഇരുന്ന് എഴുതുക. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നുള്ളത്.